അനുകൂലനം എന്നാൽ എന്ത്? ഒരു ജീവിക്ക് അതിൻ്റെ വാസസ്ഥലത്ത് ജീവിക്കുവാൻ സഹായിക്കുന്ന തരത്തിലുള്ള സവിശേഷതകളെ അനുകൂലം എന്ന് പറയുന്നു. എന്താണ് ഒരു ആവാസവ്യവസ്ഥ? ഒരു പ്രത്യേക പ്രദേശത്തെ പരസ്പരം ആശ്രയിക്കുന്ന ജീവിയവും അജീവിയവുമായ ഘടകങ്ങൾ ഉൾപ്പെട്ടതാണ് ഒരു ആവാസവ്യവസ്ഥ. താറാവിൻ്റെ കൊക്കുകൾ കൊണ്ടുള്ള അനുകൂലനം എന്ത്? ജലത്തിൽ നിന്നും ചെളിയിൽ നിന്നും ഇര തേടാൻ കഴിയുന്നത്. തായ് വേരുപടലം എന്ത്? കാണ്ഡത്തിൻ്റെ ചുവട്ടിൽ നിന്ന് താഴോട്ട് വളരുന്ന ഒരു തായ് വേരും അതിൽ നിന്നും വളരുന്ന ശാഖവേരുകളും ചേർന്ന് കാണപ്പെടുന്ന വേരുപടലമാണ് തായ് വേരുപടലം. എക്സാമ്പിൾ പ്ലാവ്. നാരുവേരുപടലം എന്താണ്? കാണ്ഡത്തിൻ്റെ ചുവട്ടിൽ നിന്നും വളരുന്ന ഒരേപോലെയുള്ള ധാരാളം വേരുകൾ ചേർന്ന വേരുപടലമാണ് നാരുവേരുപടലം. എക്സാമ്പിൾ തെങ്ങ്, മുള. തവളയുടെ അനുകൂലനങ്ങൾ എഴുതുക. ചർമ്മബന്ധിതമായ വിരലുകൾ തുഴയാൻ സഹായിക്കുന്നു. വെള്ളത്തിലെ കുറഞ്ഞ പ്രകാശത്തിലും നന്നായി കാണാൻ കഴിയും. ശ്വസനത്തിന് സഹായിക്കുന്ന ത്വക്ക്, മൂക്ക് എന്നിവ. ബലമേറിയ പിൻകാലുകൾ കൊണ്ട് ജലത്തിൽ വേഗത്തിൽ തുഴയാൻ കഴിയുന്നു. ജാലികാ സിരാവിന്യാസവും സമാന്തര സിരാവിന്യാസവും തമ്മിലുള്ള വ്യത്യാസം. ജാലികാ സിരാവിന്യാസം: ഇലകളിൽ വലക്കണ്ണികൾ പോലെ ചേർന്നു കിടക്കുന്ന ചെറിയ ശാഖകൾ. ഇലയുടെ മധ്യഭാഗത്ത് ഇല ഞെട്ടിൽ നിന്ന് തുടങ്ങി അഗ്രഭാഗത്തേക്ക് നീണ്ടു കാണുന്ന പ്രധാന സിര. സമാന്തര സിരാവിന്യാസം: ഇലയുടെ ഞെട്ടിൽ നിന്നും തുടങ്ങിയ സമാന്തരമായി അഗ്രഭാഗത്ത് എത്തി യോജിക്കുന്ന സിരകൾ. സിരകൾ പരസ്പരം കൂട്ടിമുട്ടുന്നില്ല. ഏകബീജപത്രസസ്യങ്ങളെ ദ്വിബീജപത്രസസ്യങ്ങളിൽ നിന്ന് ഏതെല്ലാം രീതിയിൽ വേർതിരിച്ചറിയാം? ഏകബീജപത്രങ്ങളുടെ വേര് നാരുവേരുപടലമുള്ളവയായിരിക്കും. ഇലകളിൽ സമാന്തര സിരാവിന്യാസം ആയിരിക്കും. ഒരു ബീജപത്രം മാത്രമേ കാണുകയുള്ളൂ. അവയുടെ കാണ്ഡത്തിൻ്റെ പുറംഭാഗത്തിന് ഉൾഭാഗത്തേക്കാൾ കടുപ്പം കൂടുതലാണ്. വിളവ് മോശമായ സമയത്ത് കർഷകരുടെ മേൽ അടിച്ചേൽപ്പിച്ച നികുതി ഇളവ് ചെയ്യുവാൻ ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ സമരം ഏത്? ഉത്തരം ഖേഡ സമരം. കേരളത്തിലെ സ്വാതന്ത്ര്യസമര സേനാനികൾ: കെ കേളപ്പൻ, ടി കെ മാധവൻ, മുഹമ്മദ് അബ്ദുറഹിമാൻ, കെ പി കേശവമേനോൻ, എ കെ ഗോപാലൻ, അക്കമ്മ ചെറിയാൻ, കുട്ടിമാളു അമ്മ. വരിക വരിക സഹചര എന്ന ഗാനം രചിച്ചതാര്? ഉത്തരം അംഷി നാരായണപിള്ള. ജവഹർലാൽ നെഹ്റു ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ച സമ്മേളനം ഏത്? ഉത്തരം ബോംബെയിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ. ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ ഗാന്ധിജി നടത്തിയ സമരാഹ്വാനമെന്ത്? ഉത്തരം പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതെപ്പോൾ? ഉത്തരം 1947 ഓഗസ്റ്റ് 15. വിത്ത് മുളയ്ക്കാൻ ആവശ്യമായ ആഹാരം സംഭരിച്ചു വെക്കുന്നത് എവിടെയാണ്? ഉത്തരം ബീജപത്രം. വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.